السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بي الله أما بعد. وعن حكيم بن حزام رضي الله عنه قال: سألت رسول الله صلى الله عليه وسلم فأعطاني، ثم سألته فأعطاني، ثم قال لي: يا حكيم، إن هذا المال خضر حلو، فمن أخذه بسخاوة نفس بورك له فيه، ومن أخذه بإشراف نفس لم يبارك له فيه، وكان كالذي يأكل ولا يشبع، واليد العليا خير من اليد السفلى. رواه البخاري ومسلم. സഹാബി പ്രമുഖനായ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു, അവിടുന്ന് എനിക്ക് നൽകി. വീണ്ടും ചോദിച്ചു, വീണ്ടും എനിക്ക് ദാനം നൽകി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: യാ ഹക്കീം, ഇന്ന ഹാദൽ മാല ഖളിറുൻ ഹുൽവുൻ. ഈ സമ്പത്ത് എന്ന് പറയുന്നത് അത് പച്ച പിടിച്ചതും ആകർഷണീയമായതും മധുരമുള്ളതുമാണ്. ഫമൻ അഖദഹു ബിസഖാവത്തി നഫ്സിൻ ബൂരിക ലഹു ഫീഹി. ഒരാൾ സന്തോഷത്തോടുകൂടി വിശാല മനസ്കതയോടുകൂടി ആ ദാനം സ്വീകരിച്ചാൽ, സമ്പത്ത് സ്വീകരിച്ചാൽ അതിൽ അവന് ബർക്കത്ത് നൽകപ്പെടും. വമൻ അഖദഹു ബിഇശ്റാഫി നഫ്സിൻ ലം യുബാറക് ലഹു ഫീഹി. ആർത്തിയോടുകൂടി ഒരാൾ ആ സമ്പത്ത് സ്വീകരിച്ചാൽ, വീണ്ടും തനിക്ക് ലഭിക്കണം എന്നുള്ള ഒരു മനസ്സമാധാനമില്ലാതെ ഒരാൾ സമ്പത്ത് സ്വീകരിച്ചാൽ അവന് അതിൽ ബർക്കത്ത് നൽകപ്പെടുകയില്ല. വകാന കല്ലദീ യഅകുലു വലാ യശ്ബഉ. അവൻ തിന്നും പക്ഷേ വയറു നിറയുകയില്ല. അങ്ങനത്തെ മനുഷ്യനെ പോലെയാകും. വൽയദുൽ ഉൽയ ഖൈറും മിനൽ യദി സുഫ്ല. എപ്പോഴും താഴ്ന്ന കൈയിനേക്കാൾ നല്ലത് ഉയർന്ന കൈയാണ്. ദാനം നൽകുന്ന കൈയാണ് ഏറ്റവും ഉയർന്നത് ദാനം സ്വീകരിക്കുന്ന കൈയിനേക്കാൾ എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. വഫഖന അല്ലാഹ്.